ഇന്നത്തെ മുംബൈ ഹൈദരാബാദ് മാച്ചിൽ മുംബൈ കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ IPL ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് മുംബൈ കളി ജയിച്ചപ്പോൾ അവർക്ക് 8 പോയിന്റ് ഉണ്ട്. അവരെ ഒരു സ്ഥാനം കയറി 9ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മുംബൈക്ക് ബാക്കി 2 മാച്ചുണ്ട്. ആ 2 എണ്ണത്തിൽ ജയിച്ചാലും മുംബൈ ടീമിന് 12 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. പോയിന്റ് 1% മാത്രമേ ചാൻസ് ഉള്ളൂ. പക്ഷേ മുംബൈ ഇപ്പോഴും ഒഫീഷ്യലായിട്ട് പുറത്തായിട്ടില്ല. ഗുജറാത്തിനും 8 പോയിന്റാണ്. അവരാണ് ഇപ്പോൾ ലാസ്റ്റ് സ്ഥാനത്ത്. അവർക്കും ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുപോലെ പഞ്ചാബിന് 8 പോയിന്റ് ഉണ്ട്. അവർക്കും ഇനി പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുപോലെ തന്നെ RCBക്ക് 8 പോയിന്റ് ഉണ്ട്. അവര് 7ാം സ്ഥാനത്താണ്. RCBക്ക് ഇനി ബാക്കി 3 മാച്ചുണ്ട്. 3 എണ്ണത്തിൽ ജയിച്ചാലും അവർക്ക് 14 പോയിന്റ് മാത്രമേ നേടാൻ സാധിക്കൂ. ചില സീസണിൽ 14 പോയിന്റ് ഉള്ളവർ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ഭാഗ്യം ആവശ്യമാണ്. മിനിമം പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റെങ്കിലും ആവശ്യമാണ്. നിലവിലിപ്പോൾ ചാൻസ് ഉള്ളത് 6 ടീമിനാണ്. ഡൽഹി 6ാം സ്ഥാനത്താണ്. അവർക്ക് 11 മാച്ചിൽ നിന്ന് 10 പോയിന്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ള 3 മാച്ചിൽ ജയിച്ചാൽ ഡൽഹി ടീമിന് 16 പോയിന്റ് നേടാൻ സാധിക്കും. അതുപോലെ ലക്നൗ ടീമിനും ചാൻസ് ഉണ്ട്. അവർക്കിപ്പോൾ 11 മാച്ചിൽ നിന്ന് 12 പോയിന്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ള 3 മാച്ചിലെ 2 എണ്ണത്തിൽ ജയിച്ചാൽ ലക്നൌവിന് പ്ലേ ഓഫിലെത്താം. ഇതുപോലെ തന്നെയാണ് CSK SRHനും. അവർക്ക് 12 പോയിന്റ് ഉണ്ട്. ഇനി ബാക്കിയുള്ള 3 മാച്ചിലെ 2 എണ്ണത്തിൽ ജയിച്ചാൽ ഈ 2 ടീമിനും പ്ലേ ഓഫിലെത്താം. നിലവിലിപ്പോൾ 2 ടീമുകളാണ് പ്ലേ ഓഫിൽ എത്തിയിരിക്കുന്നത്. രാജസ്ഥാൻ, കൊൽക്കത്ത. ഈ 2 ടീമിനും 16 പോയിന്റ് ഉണ്ട്. കൊൽക്കത്ത 11 മാച്ചിൽ നിന്നാണ് 16 പോയിന്റ് നേടിയിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത്. അതുപോലെ രാജസ്ഥാൻ 10 മാച്ചിൽ നിന്നാണ് 16 പോയിന്റ് നേടിയിരിക്കുന്നത്. ആദ്യത്തെ 2 സ്ഥാനക്കാർക്ക് ഈസി ആയിട്ട് ഫൈനലിലെത്താം. കാരണം അവർക്ക് പ്ലേ ഓഫിൽ 2 മാച്ചുണ്ട്. രാജസ്ഥാൻ ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.